ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. സംസ്ഥാനത്ത് ഇന്ന് 9347 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 8924 പേർ രോഗമുക്തി നേടി. 25 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. 8216 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 821 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. മലപ്പുറത്ത് 1451 എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 1200 മുകളിലും രോഗബാധിതരാണ് ഇന്നുള്ളത്. തൃശൂരിൽ 960 തിരുവനന്തപുരത്ത് 797 രോഗബാധിതരുണ്ട്. 61,000-ലേറെ സാമ്പിളുകളാണ് കഴിഞ്ഞ ദിവസം പരിശോധിച്ചത്. 96,316 പേരാണ് സംസ്ഥാനത്തിപ്പോൾ ചികിത്സയിലുള്ളത്. 1,91,000-ത്തിലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1003 ആയി. എറണാകുളം ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 1228 പേരിൽ 1032 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ NC ജയചന്ദ്രൻ. എറണാകുളം ജില്ലയിൽ കോവിഡ് വ്യാപന നിരക്ക് രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് 1228 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 1032 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 8 ആരോഗ്യ പ്രവർത്തകർക്കും 4 INHS ജീവനക്കാർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 1036 പേർ രോഗമുക്തി നേടിയത് ആശ്വാസകരമായി. അതിനിടെ ജില്ലയിൽ രോഗവ്യാപനം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി പ്രാദേശിക അടിസ്ഥാനത്തിൽ നിയമിച്ച സെക്ടർ മജിസ്ട്രേറ്റുമാർ നാളെ മുതൽ ചുമതലയേൽക്കും. ദുരന്ത നിവാരണ നിയമം, പകർച്ചവ്യാധി നിയന്ത്രണ നിയമം എന്നിവ അനുസരിച്ച് കോവിഡ് പ്രോട്ടോകോൾ ലംഘകർക്കെതിരെ നടപടിയെടുക്കാൻ ഇവർക്ക് അധികാരമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 1219 പേരിൽ 1121 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 11,573 ആയി. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട ഹാർബറുകളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും കർശന നിയന്ത്രണങ്ങളോടെ തുറക്കാൻ തീരുമാനമായി. തുടർച്ചയായ അടച്ചിടൽ നിരവധി പേരുടെ ഉപജീവന മാർഗ്ഗം തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. കൊല്ലം ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 712 പേരിൽ 705 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. കൊല്ലം തങ്കശ്ശേരി ഫിഷിംഗ് ഹാർബറും അനുബന്ധ ലേല ഹാളുകളും താൽക്കാലികമായി തുറക്കാൻ കളക്ടർ അനുമതി നൽകി. ഇന്നു മുതൽ ഈ മാസം 18-ന് ഉച്ചവരെയുള്ള ഒരാഴ്ച കാലയളവിൽ തുറന്നു പ്രവർത്തിക്കാനാണ് അനുമതി. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 619 പേരിൽ 615 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 6,250 ആയി. നിരോധനാജ്ഞ ലംഘിച്ചതിന് സംസ്ഥാനത്ത് ഇന്ന് 40 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 92 പേർ അറസ്റ്റിലായി. 48 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 6,794 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 7 കേസുകളും രജിസ്റ്റർ ചെയ്തു. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 74,383 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ മൊത്തം രോഗബാധിതരുടെ എണ്ണം 70 ലക്ഷം കടന്നു. 8,67,000-ത്തിലധികം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 89,000-ത്തിലധികം പേർ ഇന്നലെ മാത്രം രോഗമുക്തി നേടിയതോടെ രോഗമുക്തി നിരക്ക് 86.17% ഉയർന്നു. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 1,80,000-ന് മുകളിലാണ്. ലോകത്താകമാനം ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,75,00,000 കവിഞ്ഞു. 83 ലക്ഷത്തിനടുത്ത് ആളുകളാണ് നിലവിൽ ചികിത്സയിൽ ഉള്ളത്. 10,78,000-ത്തിലധികം പേർ ഇതിനകം മരണമടഞ്ഞു. അമേരിക്കയിൽ മൊത്തം രോഗബാധിതരുടെ എണ്ണം 80 ലക്ഷത്തോടടുക്കുകയാണ്. രോഗബാധിതരുടെ എണ്ണത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനത്തെ ബീച്ചുകൾ ഒഴികെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ നാളെ മുതൽ തുറക്കാൻ അനുമതി. ബീച്ചുകൾ അടുത്ത മാസം 1 മുതൽ തുറക്കും. കോവിഡ് മുൻകരുതലുകൾ കർശനമായി പാലിച്ചുകൊണ്ടാകും ഇവ തുറക്കുകയെന്ന് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. ഹിൽ സ്റ്റേഷനുകളിലും സാഹസിക വിനോദ കേന്ദ്രങ്ങളിലും കായലോര ടൂറിസം കേന്ദ്രങ്ങളിലും സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാരികൾക്ക് ഉപാധികളോടെ പ്രവേശനം അനുവദിക്കും. ഹൌസ് ബോട്ടുകൾക്കും മറ്റ് ടൂറിസ്റ്റ് ബോട്ടുകൾക്കും സർവീസ് നടത്താനും അനുമതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസങ്ങളായി ടൂറിസം മേഖലയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഭൂരേഖകൾ വിതരണം ചെയ്യുന്ന സ്വാമിത്വ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. ദശലക്ഷക്കണക്കിന് ഗ്രാമീണ ജനതയെ ശാക്തീകരിക്കുന്നതാവും പദ്ധതിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന പ്രോപ്പർട്ടി കാർഡിലൂടെ നിരവധി ഗ്രാമീണർക്ക് സ്വന്തം വീടിനു മുകളിൽ നിയമപരമായ അവകാശം ലഭിക്കുകയും ഇത് ബാങ്ക് വായ്പകൾ ഉൾപ്പെടെ സഹായകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂമുകളുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറുന്നതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് ഹൈടെക് സ്മാർട്ട് ക്ലാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന പദ്ധതിയിലൂടെ 16,027 സ്കൂളുകളിലായി
3,74,000-ലേറെ ഡിജിറ്റൽ ഉപകരണങ്ങളാണ് സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതിക്കായി വിതരണം ചെയ്തത്. കെഎസ്ആർടിസിയിലെ ജീവനക്കാരുടെ ആരോഗ്യത്തിന് മുഖ്യ പരിഗണന നൽകി കൂടുതൽ പദ്ധതികൾ ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇതിനായി തിരുവനന്തപുരം ജില്ലയിൽ സഞ്ചരിക്കുന്ന മൊബൈൽ ക്ലിനിക്കും മറ്റുള്ള ജില്ലകളിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളുമായി ചേർന്ന് മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിനുവേണ്ടി 29 ലക്ഷം രൂപയും അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. കെഎസ്ആർടിസിയിൽ കഴിഞ്ഞ 3.5 മാസത്തിനിടയിൽ വിവിധ ആരോഗ്യ കാരണങ്ങളാൽ 14 പേരാണ് മരണമടഞ്ഞത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 388 ജീവനക്കാർ വിവിധ രോഗങ്ങളാൽ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഒരാഴ്ചയിൽ ശരാശരി ഒരു ജീവനക്കാരന് എന്ന നിലയിൽ മരണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്ത് 3 മാസത്തിലൊരിക്കൽ ചെക്കപ്പുകൾ നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി അറിയിച്ചു. പരിസ്ഥിതി സൌഹൃദ ബീച്ചുകൾക്ക് നൽകുന്ന ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കറ്റ് കോഴിക്കോട് കാപ്പാട് ബീച്ച് കരസ്ഥമാക്കി. രാജ്യത്തെ 8 ബീച്ചുകളാണ് ഈ നേട്ടം കൈവരിച്ചത്. പരിസ്ഥിതി സുരക്ഷ ഉയർത്തിപ്പിടിക്കുന്ന ഭിന്നശേഷി സൌഹൃദപരമായ ബീച്ചുകളെയാണ് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കറ്റിനു വേണ്ടി പരിഗണിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടെ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ സവിശേഷമായ സ്ഥാനമാണ് കാപ്പാടിന് കൈവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. മാസങ്ങൾ നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്ക് ഫലപ്രാപ്തിയാണ് കോഴിക്കോട് ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ കാപ്പാട് ബീച്ചിന് അന്താരാഷ്ട്ര അംഗീകാരം തേടിയെത്തുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഓഫ് ഇന്റഗ്രേറ്റഡ് കോസ്റ്റൽ മാനേജ്മെന്റ് ആഭിമുഖ്യത്തിൽ 8 കോടിയോളം രൂപയാണ് പ്രവൃത്തികൾക്കായി വകയിരുത്തിയത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും ബീച്ച് മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് പ്രവൃത്തികൾ നടത്തിയത്. പരിസ്ഥിതി സൌഹൃദപരമായ നിർമ്മിതികൾ, കുളിക്കുന്ന കടൽവെള്ളത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് നിരന്തരമായ പരിശോധന, സുരക്ഷാ മാനദണ്ഡങ്ങൾ, പരിസ്ഥിതി അവബോധം, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, ഭിന്നശേഷി സൌഹൃദമായ പ്രവേശനം തുടങ്ങി മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷൻ ലഭ്യമാക്കിയത്. ഐപിഎൽ ക്രിക്കറ്റ് 2ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 151 റൺസ് എടുത്തിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാൻ റോയൽസ് 5 വിക്കറ്റിന് വിജയം നേടി. ടോസ് നേടിയ ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ 1 ബോൾ ബാക്കി നിൽക്കെ 163 റൺസ് നേടി വിജയലക്ഷ്യം മറികടന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചും 2-ാം നമ്പർ താരം റഫേൽ നദാലും ഏറ്റുമുട്ടുന്നു. ആദ്യ 2 സെറ്റുകളിൽ റഫേൽ നദാൽ വിജയം നേടി. 3-ാം സെറ്റ് പുരോഗമിക്കുകയാണ്. 12 തവണ ഫ്രഞ്ച് ഓപ്പൺ കിരീടം സ്വന്തമാക്കിയ നദാലിന് റോജർ ഫെഡററുടെ 20 ഗ്രാൻഡ്സ്ലാം എന്ന റെക്കോർഡ് മറികടക്കുകയാണ് ഇക്കുറി ലക്ഷ്യം. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ച് ലൂയിസ് ഹാമിൽട്ടൺ. ഈഫൽ ഗ്രാൻഡ് പ്രിക്സിൽ വിജയം നേടി മൈക്കൽ ഷൂമാക്കറിന്റെ 91 ഗ്രാൻഡ് പ്രിക്സ് എന്ന സർവ്വകാല റെക്കോർഡിനൊപ്പം എത്തിയാണ് ഹാമിൽട്ടൺ ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കില്ലെന്ന് മാണി സി കാപ്പൻ എംഎൽഎ അറിയിച്ചു. ജോസ് കെ മാണി പക്ഷം ഇടതുപക്ഷത്തേക്ക് വരുന്നതിന് എൻസിപി സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പാലാ, കുട്ടനാട്, ഏലത്തൂർ എന്നീ എൻസിപി വിജയിച്ച സീറ്റുകളൊന്നും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുന്നണി പ്രവേശനം ഉൾപ്പെടെ രാഷ്ട്രീയ നിലപാട് 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി പറഞ്ഞു. ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുന്ന കാര്യം ഇതേവരെ പറഞ്ഞിട്ടില്ലെന്നും പാലാ നിയമസഭാ മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്ന മാണി സി കാപ്പൻ എംഎൽഎയുടെ പരാമർശത്തിന് മറുപടിയായി ജോസ് കെ മാണി പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് സാങ്കല്പികമായ കാര്യങ്ങളെ ചൊല്ലിയുള്ള ചർച്ചയാണെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനത്തിനെതിരെ ബോധവൽക്കരണം നൽകുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ 2012 മുതൽ അന്താരാഷ്ട്ര ബാലികാ ദിനം ആചരിച്ചു തുടങ്ങിയത്. ലിംഗവിവേചനം നിമിത്തം വിദ്യാഭ്യാസമടക്കമുള്ള അടിസ്ഥാന അവകാശങ്ങൾ പെൺകുട്ടികൾക്ക് നിഷേധിക്കപ്പെടുകയും ശൈശവ വിവാഹം ഉൾപ്പെടെയുള്ള സാമൂഹിക അനാചാരങ്ങൾക്ക് അവർ വിധേയരാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യമാണ് ലോകമെമ്പാടും ദിനാചരണത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ബാലികാ ദിനാചരണം സംഘടിപ്പിച്ചു. ആരോഗ്യമന്ത്രി കെ ശൈലജ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പെൺകുട്ടികളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി പറഞ്ഞു. ദേശീയപാത 66ന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാക്കിയ കഴക്കൂട്ടം മുക്കോല ദേശീയപാത മറ്റന്നാൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സംയുക്തമായി നാടിന് സമർപ്പിക്കും. വീഡിയോ കോൺഫറൻസിംഗ് മുഖേന നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. ദേശീയപാത 66 6 വരിയായി വികസിപ്പിക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടനവും 2018ലെ വെള്ളപ്പൊക്കത്തിൽ തകർന്ന ചെറുതോണി പാലം ഉയർത്തി പുനർനിർമ്മിക്കുന്നതിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. ശബരിമലയിൽ തുലാമാസ പൂജയുടെ ദർശനത്തിനായി വെർച്വൽ ക്യൂ സംവിധാനം നിലവിൽ വന്നു. വടശ്ശേരിക്കര എരുമേലി പാതയിലൂടെ മാത്രമാവും ഇത്തവണ പ്രവേശനം അനുവദിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.